ആലുവയിൽ 13 വയസ്സുള്ള കുട്ടിയെ കാണാതായി എന്നതാണ് വാർത്ത. ആലുവ SNDP സ്കൂൾ വിദ്യാർത്ഥി അൽക്കാഫ് അമീനെയാണ് ചൊവ്വാഴ്ച രാത്രി മുതൽ കാണാതായത്. ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 13 വയസ്സ് മാത്രമേ ഉള്ളൂ ആ കുട്ടിയുടെ പ്രായം. SS ശരൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശരൺ, ഈ കുട്ടി എപ്പോഴാണ് കാണാതായത്? എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ? ബന്ധുവീട്ടിലോ മറ്റോ പോയതാകാനാണോ സാധ്യത? ഡോക്ടർ അരുൺകുമാർ, ചൊവ്വാഴ്ചയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. അതായത് ആലുവ SNDP സ്കൂൾ വിദ്യാർത്ഥിയാണ്. തായ്ക്കട്ടകര കുന്നത്തേരി കോടഞ്ചേരി വീട്ടിൽ സാദത്തിന്റെ മകൻ അൽക്കാഫ് അമീനെയാണ് കാണാതായത്. ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ചായ കുടിക്കാനായിട്ട് പോവുകയാണെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം മടങ്ങി എത്തിയിരുന്നില്ല. ഇന്നലെ വൈകിട്ടും ഇന്നലെ ഉച്ചയ്ക്കും ഒപ്പം തന്നെ മിനിഞ്ഞാന്ന് വൈകിട്ടും ഒക്കെ വലിയ രീതിയിലുള്ള തിരച്ചിൽ ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടുകൂടിയാണ് ഇന്നലെ വൈകിട്ട് പോലീസിന് പരാതി നൽകിയത്. അങ്ങനെ ആലുവ ഈസ്റ്റ് പോലീസ് ഇതിൽ കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായി ഈ കുട്ടി എവിടേക്കാണ് പോയെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ടെങ്കിൽ പോലും കുട്ടിയുടെ കുട്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി എവിടെയാണ് പോയെന്നുള്ളത് ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല. അതോടുകൂടിയാണ് പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നും കുട്ടി ഇറങ്ങിയ ശേഷം പോയ വഴികൾ ഏതൊക്കെയാകാം എന്നുള്ളത് ആ CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ ലഹരി സംഘങ്ങൾ സജീവമാകുന്ന നാട് കൂടിയാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഘങ്ങളിലൊന്നും തന്നെ കുട്ടി അകപ്പെട്ട് പോകാതിരിക്കാനുള്ളൊരു ജാഗ്രത കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെ വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ ആലുവ ഈസ്റ്റ് പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നത്. ഓക്കെ, ശരണാണ് വിവരങ്ങൾ നൽകിയത്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ 13 വയസ്സുള്ള കുട്ടികളെ കാണാതാകുന്നത് എന്ന് അസീം BSP ചോദിക്കുന്നു. ഈ അഡോൾസൻസിൻ്റെ പ്രായമല്ലേ? പണ്ട് കാലത്തും ഈ കുട്ടികളെ കാണാതാവുന്നുണ്ട്. വണ്ടി കയറി വിടുന്നതും നാട് വിടുന്നതും ഒക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചില കുട്ടികളൊക്കെ. അതിൽ ചിലർ ക്യൂരിയോസിറ്റിയാണ്, ചിലർ അങ്ങനെയല്ല, വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നും പോകരുത് എന്നുള്ളതാണ് നമുക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്. ലോകം അത്ര സേഫ് ഒന്നുമല്ല. 2 പെൺകുട്ടികൾ മലപ്പുറത്തുനിന്ന് പോയ കഥ നമ്മൾ വല്ലാതെ ടെൻഷൻ അടിച്ചു പോയി അല്ലേ?